അപ്പോൾ സദ്യവട്ടങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഇന്നലെ തന്നെ കണ്ടു തുടങ്ങിയല്ലോ. അപ്പോൾ ഇന്നലെ കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അച്ചാറൊക്കെ തയ്യാറാക്കുന്നതൊക്കെ മാസ് സ്കെയിൽ കുക്കിങ്ങാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കിച്ചണിൽ തന്നെ ഉണ്ട്. രാവിലെ തന്നെ എൻ്റെ ജോലി തുടങ്ങിയിരിക്കുകയാണ്. കാര്യം ഇന്നാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണല്ലോ ഇത്. അപ്പോൾ കുറേ കാര്യങ്ങൾ രാവിലെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് ശരിക്കും സദ്യ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അച്ചാറ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തയ്യാറെടുപ്പല്ലേ തലേ ദിവസം നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവിയൽ, കൂട്ടുകറി, പിന്നെന്താ പറയുക, പിന്നെ പായസത്തിൻ്റെ ബാക്കി ഇത് വരട്ടി വെച്ച പായസത്തിനെയൊക്കെ തേങ്ങാപ്പാലൊഴിച്ച് പായസമാക്കി മാറ്റണം, പരിപ്പ്, പപ്പടം, പിന്നെ കിച്ചടികൾ, ഇങ്ങനെ കുറേ കാര്യം, ഓലൻ. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലാണ് ഞാൻ. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് കാണാം. എങ്ങനെയൊക്കെയാണ് ഞാനിവിടെ അവിയൽ തയ്യാറാക്കാൻ പോകുന്നത്, എങ്ങനെ കൂട്ടുകറി തയ്യാറാക്കുന്നത് കാണണ്ടേ കാര്യങ്ങൾ. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അരി വേകാനായിട്ട് അടുപ്പിലിട്ട് കഴിഞ്ഞു, വാർപ്പിൽ കടന്ന് വേകുന്നുണ്ട്. പരിപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികളെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ടിരിക്കുകയാണ്. ഒരു ആവി വരണം നന്നായിട്ട്. ആവി വന്നു കഴിഞ്ഞിട്ടേ ഇളക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചട്ടവും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് വേകാറാകുമ്പോഴത്തേക്കും നമ്മൾ അരപ്പും കൂടി ചേർക്കും. അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങയുടെ അരപ്പ്, തേങ്ങ, ജീരകം, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുത്ത്. അപ്പോൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അവിയലിന് ഇപ്പോൾ തെക്കോട്ടൊക്കെ, ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ആണെങ്കിൽ വഴുതനങ്ങ, പിന്നെ എന്താ പറയുക, വെള്ളരിക്ക, കുമ്പളങ്ങ, അതായത് തടിയങ്ക, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, ചേന, കായ, പച്ചക്ക അല്ലെങ്കിൽ നമ്മൾ പടത്തിക്ക ചേർക്കും. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. പിന്നെ പുളിയുടെ ആവശ്യത്തിന് മാങ്ങയുടെ അകത്തുള്ള ഈ മാങ്ങയുടെ സൈഡിൽ പറ്റിയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ചതഭാഗം, അതായത് തൊലിയില്ലാത്ത ആ ഭാഗം കുറച്ച് ചേർക്കും. അതുകൂടാണ്ട് ഒരല്പം തൈരും ചേർക്കും. അതൊക്കെ അവസാന ഭാഗത്താണ് ചേർക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു ആവി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഇളക്കാം. അപ്പോൾ ഇനി കൂട്ടുകറി. ട്രിവാൻഡ്രം സ്പെഷ്യാലിറ്റിയാണ് സദ്യയുടെ, അതായത് വടയിട്ട കൂട്ടുകറി. വടയിട്ട കൂട്ടുകറി ചെറിയ ഉഴുന്നുവട ഇട്ടിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലക്കറിയാണത്. അപ്പോൾ അതിന് വാർപ്പിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പിന്നെന്താ തൊണ്ടൻ മുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. കണ്ടല്ലോ, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റാണ്. ഇനി ഇതിലേക്ക് ഇനി സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റും. സവാള ഒന്ന് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതാണ് ആദ്യം ചേർക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയിട്ട് ഇനി അടുത്ത മുളക് പൊടി ചേർക്കാൻ പോകണം. കുറച്ച് മുളക് പൊടി. മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇനി വേണ്ടത് മസാലയാണ്. മസാല എന്ന് പറയുമ്പോൾ ഗരം മസാല പൊടിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തന്നെ നമ്മൾ ഇവിടെ എന്താണ് ഹോം മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ പൊടിച്ചെടുത്ത മസാലയാണ്. ഇതിൽ എന്താ പറയുക, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത്. അതും ഇതിലേക്ക് കുറച്ച് ചേർക്കണം. നല്ല ഇറച്ചിയുടെയൊക്കെ മണം കിട്ടും. ഇറച്ചി മസാല. ഇനി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകും. നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ. ഈ കൂട്ടുകറിയുടെ രുചി എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ വഴറ്റുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇതൊക്കെ വളരെ നാടൻ രീതിയിൽ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സ്വാദ് അത്രത്തോളം ഉണ്ടാവും. അപ്പോൾ നല്ല കട്ടിയുള്ള തലപ്പാൽ തന്നെയാണ് ആദ്യമേ ഒഴിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പ്. ഇവിടെ സാധാരണയായിട്ട് നമ്മൾ സദ്യയിൽ കല്ലുപ്പാണ് ചേർക്കുന്നത്, പരലുപ്പ്, പൊടിയല്ല. അപ്പോൾ നമ്മൾ തലപ്പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചല്ലോ. ഈ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് 2ാം പാലിൽ വേവിച്ചാണ്. അപ്പോൾ അത് ആ 2ാം പാലോട് കൂടി ഇതിലേക്ക് തട്ടും. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. 2ാം പാലിൽ വേവിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കണം. അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ഈ എല്ലാ മസാലയുടെ കൂടെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഏകദേശം വേവിച്ചിട്ടാണല്ലോ നമ്മൾ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മസാലയുടെ കൂട്ടിൻ്റെ കൂടെ കിടന്നിട്ട് വീണ്ടും ഒന്ന് തിളച്ച് വേകുന്നു. ഇനി കൂട്ടുകറിക്ക് സാധാരണ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് ശരിക്കും. അപ്പോൾ ആ ഒരു കളറും സ്വാദും കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ പൊടികളല്ലേ ചേർത്തത്, അതുകൊണ്ട് ശരിക്കുമുള്ള മല്ലിയും മുളകും വറുത്തരച്ച് ചേർത്താലേ അതിൻ്റെ ആ യഥാർത്ഥ രുചി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിയും മുളകും, അതായത് വറ്റൽ മുളകും മല്ലിയും കൂടി വറുത്ത് അരച്ചത്, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണ്. ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വറ്റി വരുമ്പോൾ നമ്മളിനി ഒരു കാര്യം കൂടെ, ഒരുപാട് വറ്റിക്കേണ്ട കാര്യം, വടയും കൂടി ഇടാനുള്ള, വട കുറച്ച് അതിൻ്റെ ചാറ് പിടിച്ചെടുക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഉഴുന്നുവടയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതിനായിട്ടും എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉഴുന്നരച്ച് അതിൽ നിന്നും കുറച്ച് ബോൾസ് ഇട്ടിട്ട് ഉഴുന്നുവട തയ്യാറാക്കും. അത് നമ്മൾ ഈ കൂട്ടുകറിയിലേക്ക് ഇടും. അതുകൂടി ആകുമ്പോഴത്തേക്കും ചാറ് കുറച്ച് പിടിക്കും. അതിന് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ചാറ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വടയും കൂടി ഉണ്ടാക്കും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പുളിശ്ശേരിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ഭാഗത്തേക്കൊക്കെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ, അതായത് തെക്കോട്ടൊക്കെ വന്നാൽ പുളിശ്ശേരിയാണ് ഒരു പ്രധാന ഐറ്റം. പക്ഷേ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കുറുക്ക് കാളനാണ്. അപ്പോൾ അതും സദ്യയുടെ ഒരു വ്യത്യാസമാണ്. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൂസായിരിക്കും. കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇലയിൽ വെച്ചാൽ ഇലയിൽ ഇങ്ങനെ ഇരിക്കും, കട്ടിയാണ്, നല്ല കട്ടിയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ സദ്യയുടെ.